ഹായ് ഡിയേഴ്സ്, കുതിർത്ത ബദാം എങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പലയിടത്തും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വായിക്കാത്ത അല്ലെങ്കിൽ ഒരു 45 ഏജിന് മുകളിലുള്ളവർക്ക് കണ്ണിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അതിന് കണ്ണട ഉപയോഗിക്കാം. പക്ഷേ കണ്ണട ഉപയോഗിച്ചാലും കംഫർട്ടല്ലാത്ത കുറേയധികം മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുതിർത്ത ബദാം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു 5-6 ബദാം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതിൻ്റെ തോല് നീക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു 8 മണിക്കൂർ മുതൽ 10-12 മണിക്കൂർ വരെ അത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് അതിനൊരു ദോഷം സംഭവിക്കത്തില്ല. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ബദാം കഴിക്കുന്നതിലൂടെ, കുതിർത്ത ബദാം കഴിക്കുന്നതിലൂടെ നമ്മളെ സഹായിക്കും. പിന്നെ ശരീരത്തിൽ ആവശ്യമായ പൊട്ടാസ്യം, പ്രോട്ടീൻ, മഗ്നീഷ്യം തുടങ്ങിയ ഗുണകരമായ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ആരോഗ്യമുള്ള ഹൃദയം നമുക്ക് പ്രദാനം ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനായിട്ട് ഈ കുതിർത്ത ബദാം കഴിക്കുന്നതിലൂടെ സാധിക്കും. അതിൻ്റെ കട്ടിയുള്ള തോലില്ലേ, പുറത്തെ കരിന്തൊലി നീക്കിക്കളഞ്ഞാൽ സുഖമായിട്ട് അത് കുതിർത്ത ബദാമിൻ്റെ പെട്ടെന്ന് നീക്കിക്കളയാൻ പറ്റുമെന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ തൊലി ഉണങ്ങിയിരിക്കുമ്പം നമുക്ക് കിള്ളി പൊളിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കുതിർന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി നമുക്ക് നീക്കിക്കളയാൻ സാധിക്കും. അപ്പോൾ ഈ തൊലി നീക്കിയ ബദാം കഴിക്കുന്നതിലൂടെ അതിനകത്തുള്ള പോഷകങ്ങൾ ശരീരത്തിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടും. അപ്പം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം നമുക്ക് ഉണ്ട്. ഒരു 5-6 ബദാം മതി. ബദാമിന് വിലയുണ്ട്, പക്ഷേ ഒരു 5-6 എന്ന് പറയുമ്പോൾ ഒരുപാട് വില വരുന്നില്ല നമ്മൾ ഒരു നേരം കഴിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് നല്ല നല്ല ഭക്ഷണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഈ വോയിസ് വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു.